السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ, റബ്ബിൻ്റെ കാരുണ്യം കൊണ്ടല്ലാതെ, അള്ളാഹുവിൻ്റെ ദയ കൊണ്ടല്ലാതെ ഒരിക്കലും നാളെ ആഖിറത്തിൽ ഒരാൾക്കും രക്ഷപ്പെടുക സാധ്യമേ അല്ല. ഓരോരുത്തരും അവരവർ ചെയ്ത നന്മതിന്മകൾ തൂക്കപ്പെടുന്ന, കണക്കാക്കപ്പെടുന്ന ആ ദിവസത്തെക്കുറിച്ച് വളരെയധികം പേടിയിലും ഭയത്തിലുമായിരിക്കും ഉണ്ടാവുക എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ തിരുനോട്ടം, അവൻ്റെ റഹ്മത്ത്, അവൻ്റെ ഔദാര്യം, അതുകൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഓരോരുത്തർക്കും സാധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ, അവൻ്റെ കാരുണ്യം കാക്ഷിക്കാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതൊക്കെ ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ നാം ധാരാളമായി ചെയ്തു വെക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ അഫു ചെയ്യുന്നവനാണ്, മാപ്പ് നൽകുന്നവനാണ്. റബ്ബിൻ്റെ മാപ്പ് ലഭിക്കാൻ ഏറ്റവും വലിയ കാരണമാണ് അവൻ്റെ അടിമകൾക്ക് മാപ്പ് നൽകുക. നമ്മോട് ഇങ്ങോട്ട് ആരെങ്കിലും അക്രമമോ അനീതിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ട് ആക്രമിക്കാതെ, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച്, റബ്ബിൻ്റെ പൊരുത്തം ആഗ്രഹിച്ച്, അള്ളാഹു എന്നോട് മാപ്പ് ചെയ്യണം, അഫു ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടെ അഫു ചെയ്തു കൊടുക്കുക, മാപ്പ് ചെയ്തു കൊടുക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ട് റബ്ബിൻ്റെ കാരുണ്യം കിട്ടാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ഇർഹമു മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്കും ലഭിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ചുരുക്കത്തിൽ റബ്ബിൻ്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഒരാൾക്കും രക്ഷപ്പെടുക സാധ്യമേ അല്ല. എന്നാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ലഭിക്കാത്ത ധാരാളം ആളുകളെ സംബന്ധിച്ച് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് മുൻകൂട്ടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 വ്യക്തിത്വങ്ങളെ, 3 വിഭാഗം ആളുകളെ സംബന്ധിച്ച് മഹാനായ ഇമാം നസാഇ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെ വിഭാഗം അതാണ് അള്ളാഹുവിൻ്റെ നോട്ടം ലഭിക്കാത്ത, അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാത്ത വിഭാഗം. അൽ ആഖു ലിവാലിദൈഹി, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവൻ, മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നവൻ, അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആൾ. അത്തരം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ലഭിക്കുകയില്ല എന്നും മുത്തനബി തങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമത്തെ വിഭാഗം മുദ്മിനുൽ ഖംർ, മദ്യപാനി, ലഹരി ഉപയോഗിക്കുന്ന ആൾ. ലഹരി എന്ത് പേര് വെച്ചാലും പേരിലല്ല കാര്യം, അത് ഉപയോഗിക്കുന്നത് കൊണ്ട് മനുഷ്യൻ ലഹരി ഉണ്ടാകുന്നുണ്ടോ, അതൊക്കെ കടുത്ത ഹറാമാണ്, കടുത്ത തെറ്റായ കാര്യങ്ങളാണ്. അത് ഉപയോഗിക്കുന്ന വ്യക്തി, അത് ഉപയോഗിച്ച വ്യക്തി അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയി എങ്കിൽ നാളെ മഹ്ശറയിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ലഭിക്കാതെ അയാൾ പ്രയാസപ്പെടേണ്ടി വരുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതൊരു വിഭാഗം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിയവരെ വിട്ടുകൊണ്ട് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വൽ മന്നാനു അത്താഹു, ആർക്കെങ്കിലും എന്തെങ്കിലും ധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും നിലയ്ക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ജനങ്ങൾക്കിടയിൽ വിളിച്ചു പറഞ്ഞിട്ട് ഈ നൽകപ്പെട്ട വ്യക്തിയെ മാനസികമായി പ്രയാസപ്പെടുത്തുന്ന ആൾ, കൊടുത്തത് വിളിച്ചു പറയുന്ന ആൾ, അത്തരം ആളുകളെക്കുള്ളയും അള്ളാഹു അവൻ്റെ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ നോട്ടം നാളെ മഹ്ശറിൽ വെച്ച് നടത്തുകയില്ല, നോക്കുകയില്ല, അവർക്കും രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇല്ലാഹിക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, മറ്റൊരാളും അതറിയരുത്, ആരുടെ മുമ്പിൽ എനിക്ക് പ്രശംസയ്ക്ക് വേണ്ടിയല്ല, റബ്ബിൻ്റെ റിള മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നതെന്നല്ല, ആ ബോധ്യത്തോടുകൂടി ആയിരിക്കണം ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടത്, മറ്റുള്ളവരെ സഹായിക്കേണ്ടതൊക്കെ. അല്ലാതിരുന്നാൽ അവർക്ക് നാളെ പാരത്രികമായ ലോകത്ത് വലിയ നഷ്ടങ്ങളായിരിക്കും സംഭവിക്കുകയെന്ന് ഇത്തരം ഹദീസുകൾ പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആല അവൻ്റെ വജ്ഹിലായി ജീവിച്ച് അവൻ്റെ പൊരുത്തത്തിലായി സൽക്കർമ്മങ്ങൾ ചെയ്ത് ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.